ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിസ്സ സാൻഡ്വിച്ചാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിൻ്റെ ബ്രെഡ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു വലിയ ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചെടുത്തത്, പിന്നെ 1/2 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് അല്ലെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. 1-2 മിനിറ്റ് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡോ അല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അതിന് മുമ്പ് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ കവർ ചെയ്തിട്ട് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ റൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിനി ഇതൊരു കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് 4 ബോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ ബോൾസ് ഒന്നുകൂടി ഒന്ന് റൈസായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി കുറച്ച് പരത്തിയെടുക്കരുത്, കുറച്ച് തിക്കായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഞാനിപ്പോൾ ഇത് ഏകദേശം 8-9 ഇഞ്ച് വലിപ്പത്തിലാണ് ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. കുബൂസൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള കുബൂസും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു മീഡിയം ലോ ഹീറ്റിൽ വേണം തവ ചൂടാക്കാൻ. എന്നിട്ട് 2 സൈഡും 1-2 മിനിറ്റ് വീതം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിലിതുപോലത്തെ ബബിൾസ് വരുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തിരിച്ചിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കാം. അത് മുഴുവനായിട്ടൊന്ന് പൊങ്ങി വരുന്നത് വരെ ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലതുപോലെ പഫായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 4 ബ്രെഡും ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. നമുക്കിനി ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 കളറിലെ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി.
ഇനി ഇതിലേക്ക് അരക്കപ്പ് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സീഡ്സ് ഒക്കെ കളഞ്ഞെടുത്ത തക്കാളിയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിൻ്റെ ഒരു റോസ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരക്കപ്പ് ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് അല്ലെങ്കിൽ ഒരേഗാനോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡ് അതിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിസ്സ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സാൻഡ്വിച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പകുതി ഫില്ലിങ് അതിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചീസ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യണം. അതിന് മുകളിലും കുറച്ച് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മസാല ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചീസിന് മുകളിലായിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും മിക്സ്ഡ് ഹെർബ്സും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചീസ് മെൽറ്റായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പിസ്സ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ ഫുള്ളായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നമുക്കിനി ഇത് ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. അതും ആദ്യം ഗ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനെ ലെയർ ചെയ്യുക. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ചീസ് മെൽറ്റായി വരുന്നവരെ മാത്രം ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.